ഒന്നാമത്തെ അഷ്ടപദിയിലെ മൂന്നാമത്തെ ശ്ലോകമാണ്. വരാഹ അവതാരമാണ് പറയുന്നത്. വസതി ദശന ശിഖരേ ധരണി തവ ലഗ്ന ശശിനി കളങ്ക കലേവ നിമഗ്ന കേശവ ധൃത സൂകരരൂപ ജയ ജഗദീശ ഹരേ. കൃഷ്ണ ജയ ജഗദീശ ഹരേ. വൈകുണ്ഠത്തിലെ കാവൽക്കാരായിരുന്ന ജയവിജയന്മാർ സനകാദി മുനികളുടെ ശാപം മൂലം ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്ന അസുരന്മാരായി ഭൂമിയിൽ ജനിക്കാനിടയായി. ബ്രഹ്മാവിൻ്റെ അതീവ ഭക്തനായിരുന്ന ഹിരണ്യാക്ഷൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് താൻ ദേവന്മാരാലോ മനുഷ്യരാലോ അസുരന്മാരാലോ കൊല്ലപ്പെടരുത് എന്ന വരം വാങ്ങി. വരം ലഭിച്ച ഹിരണ്യാക്ഷൻ അഹങ്കാരമത്തനായി തീർന്നു. അതിശക്തനായ ആ അസുരൻ ഭൂമിയിലെ മനുഷ്യരെയും ദേവന്മാരെയും എല്ലാം കഠിനമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ഭൂമാതാവിനെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് താഴ്ത്തി. അങ്ങനെ സമുദ്രത്തിൽ ആണ്ടുപോയ ഭൂമിയെ ഉയർത്താനും ഹിരണ്യാക്ഷനെ വധിക്കാനുമാണ് ഭഗവാൻ വരാഹരൂപത്തിൽ അവതരിച്ചത്. വരാഹരൂപമെടുത്ത ഭഗവാൻ ഭൂമിദേവിയെ തൻ്റെ തേറ്റമേലിരുത്തി സമുദ്രാന്തർഭാഗത്ത് നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നു. ആ സമയത്താണ് ഹിരണ്യാക്ഷൻ ഭഗവാനെ അന്വേഷിച്ച് സമുദ്രത്തിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് വരാഹമൂർത്തിയായ ഭഗവാനും ഹിരണ്യാക്ഷനുമായി ഉണ്ടായ യുദ്ധത്തിൽ ഭഗവാൻ ഹിരണ്യാക്ഷന് മോക്ഷം കൊടുക്കുന്നു. ഇങ്ങനെ തവ അങ്ങയുടെ ദശനശിഖരെ പല്ലിൻ്റെ അഗ്രഭാഗത്ത്, ഇവിടെ വരാഹമൂർത്തിയുടെ പല്ല് എന്ന് പറയുന്നത് ആ തേറ്റയാണ്. ആ തേറ്റയുടെ അഗ്രഭാഗത്ത് ലഗ്ന പറ്റിപ്പിടിച്ചിരിക്കുകയായിരുന്നു ധരണി, ഭൂമിദേവി. ഇങ്ങനെ പന്നിയുടെ തേറ്റമേൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭൂമിദേവി എങ്ങനെ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. ശശിനി കളങ്കം, ചന്ദ്രനിൽ ഒരു ചെറിയ കളങ്കം, അത് ഒരു കലയായിട്ടുണ്ടെന്നാണ് വിശ്വാസം. ആ കലേവ നിമഗ്ന വസതി, അവിടെ എങ്ങനെ ഭഗവാന്റെ തേറ്റമേലെങ്ങനെ എത്ര മനോഹരമായിട്ടാണ് ചന്ദ്രനിലെ കല പോലെ ഭൂമി അങ്ങനെ പറ്റിയിരിക്കുന്നത്. കുറച്ചു സമയം ഭൂമിദേവി വരാഹമൂർത്തിയുടെ തേറ്റയുടെ മേലായിരുന്നു. ഇവിടെ ഭഗവാന്റെ തേറ്റ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു. ആ തേറ്റമേൽ കറുപ്പും പച്ചയും കലർന്ന നിറമുള്ള ഭൂമി ഇരിക്കുന്നത് കാണുമ്പോൾ, ഭൂമിയുടെ നിറം കറുപ്പും പച്ചയായിട്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. ആ തേറ്റമേൽ ആ ഭൂമി ഇരിക്കുന്നത് കാണുമ്പോൾ ചന്ദ്രനിലെ കലയാണ് എന്ന് തോന്നിപ്പോകുന്നു. അങ്ങനെയുള്ള ഹേ കേശവ സൂകരരൂപ വരാഹമൂർത്തിയായ ഭഗവാനെ ജഗദീശ അവിടുന്ന് ജയിച്ചാലും. വസതി ദശന ശിഖരേ ധരണി തവ ലഗ്ന ശശിനി കളങ്ക കലേവ നിമഗ്ന കേശവ ധൃത സൂകരരൂപ ജയ ജഗദീശ ഹരേ. കൃഷ്ണ ജയ ജഗദീശ ഹരേ.